നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുള്ളൂർക്കരയിൽ വീട് കുത്തി തുറന്ന് മോഷണം. 5 പവൻ സ്വർണവും 1 മൊബൈൽ ഫോണും പണവും നഷ്ടപ്പെട്ടു. കണ്ണമ്പാറ വട്ടപ്പറമ്പിൽ മധുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് മോഷണ വിവരം വീട്ടുകാർ അറിയുന്നത്. ഓട് പൊളിച്ച് അകത്ത് കയറിയാണ് മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുലിക്കല്ലൂർ വണ്ടുംതറയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിച്ച് 40ഓളം കുടുംബങ്ങൾ. മഴ തുടങ്ങിയാൽ ദിവസങ്ങളോളം റോഡിൽ വെള്ളക്കെട്ടാണ്. ഇതിന് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന വണ്ടുംതറ നടുവിൽ പീടിയ പുളിയെങ്കൽ പ്രദേശത്തുകാരാണ് റോഡിലെ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായിരിക്കുന്നത്. 40ഓളം കുടുംബങ്ങളിലേക്കുള്ള 700 മീറ്ററോളം വരുന്ന റോഡിലെ മധ്യഭാഗത്തായി 100 മീറ്ററിലധികം ദൂരത്താണ് വെള്ളക്കെട്ട് ദുരിതമുള്ളത്. റോഡിലെ വെള്ളം ഒഴുകിപ്പോകുവാൻ സംവിധാനം ഇല്ലാത്തത് തന്നെയാണ് ഇതിന് കാരണം. വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ വെള്ളം വിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധം. എല്ലാ വീടിനും ദോഷമായിട്ടാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത്. നടക്കുമ്പം ബുദ്ധിമുട്ടാണ്, വീടുകൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ഭാഗമല്ലേ അവിടെ ഉള്ളൂ. അപ്പോൾ ആ സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലും വിടാനുള്ളൊരു സംവിധാനം ശരിയാക്കി. ഇതിപ്പോൾ വണ്ടുംതറ നടുപീടികൽ വഴിയാണ്. ഇതിപ്പോൾ ഇടവഴിയാണ്. ഇവിടെ ഒരു 10-30 വീട്ടുകാരുണ്ട്. അവരൊക്കെ നടക്കുന്ന വഴിയാണിത്. നടക്കാൻ പോയിട്ട് അത് വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നടന്നു പോകാനും പറ്റാത്തൊരവസ്ഥയുള്ളത്. ഇതിൽ ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, മദ്രസയിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും നടന്നു പോകാനുള്ള സ്ഥിതിയിലല്ല ഇപ്പം ഇന്നത്തെ റോഡുള്ളത്. നമ്മൾ അധികാരികളോട് നമുക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾക്കും ഇതിലൂടെ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ശക്തമായ മഴ പെയ്താൽ റോട്ടിൽ മുട്ടോളം വെള്ളമാണ്. ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർക്കും ഇതിലൂടെയുള്ള യാത്ര ദുരിതമാണ്. വിദ്യാർത്ഥികൾ അടക്കമുള്ളവരും ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏകദേശം 30 മുതൽ 40 വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായി മഴ പെയ്താൽ ഈ റോഡിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. മദ്രസ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, അതിനൊക്കെ ഉപരി ഇവിടെ അടുത്ത ദിവസങ്ങളിലായിട്ട് 2 മരണം നടന്നു. ആ മരണം നടന്ന് ആ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതിലടക്കം ഇതിനെ വളരെയധികം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പരിസരവാസികൾ എല്ലാവരും ഒപ്പുശേഖരം നടത്തി പഞ്ചായത്തിനെയും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെയും അറിയിച്ചതാണ്. പക്ഷേ ഇതുവരെയൊന്നും ഇതിന് നടപടി ഉണ്ടായിട്ടില്ല. ശാശ്വതമായ ഒരു പരിഹാരം ഈ ഭാഗത്ത് ഈ പ്രദേശവാസികളുടെ ഒരു ആവശ്യമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഇതിൽ നടന്നു പോകുന്ന സ്ഥലമാണ്. പ്രദേശവാസികളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് നടപ്പാക്കി കൊടുക്കണം എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് പറയാനുള്ളത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണിയും മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ പരിഹാരം കാണുമെന്നും പ്രസിഡന്റ് വി രമണി വ്യക്തമാക്കി. ഞങ്ങൾ ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ മനസ്സിലായത്, നിലവിലിപ്പോൾ ഇവിടെ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ആ റോഡിന്റെ സൈഡിൽ തന്നെ കുറച്ച് മണ്ണിട്ട് ഉയർത്തി അവിടെ വീടിന്റെ തറയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് 2-3 സ്ഥലങ്ങളിലായിട്ടാണ് വെള്ളം പോയിരുന്നത്. ഞങ്ങളിവിടെ വീടിന്റെ തറ ഇട്ടത് കൊണ്ട് മാത്രമല്ല. അപ്പം നിലവിൽ അതിൻ്റെ താഴെയുള്ള വീട്ടുകാർ അവരുടെ വീട്ടിലേക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വെള്ളം അവിടെ ചെല്ലുമ്പോൾ അവർ ടോയ്ലറ്റിൽ വെള്ളം വന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവരവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 വീട്ടുകാർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ ഈ ഒരു തറയിട്ട സ്ഥലത്ത് മാത്രം വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണെന്നാണ്. അപ്പോൾ പ്രശ്നങ്ങൾ എന്തായാലും നമുക്ക് പരിഹരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ചാല് ഉണ്ടാക്കിക്കൊണ്ട് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ആലോചിക്കുന്നത്. കാരണം കുട്ടികൾക്ക് മദ്രസയിൽ പോകാനും സ്കൂളിൽ പോകാനും വഴിയാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എഇയോട് റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓർസിയർ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള വീട് പണി നടക്കുന്ന ആ വീടിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനേ പറ്റൂ. പക്ഷേ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഒരു വീടിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി സഹകരിച്ച് ഇവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, നിലവിൽ വീട് പണി നടക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതിനെ യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവരുത്. ദേശമംഗലത്ത് മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു. 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊണ്ടയൂർ ഉണ്ണിയാട്ടിൽപ്പടി രാധയുടെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. വീട് പൂർണ്ണമായും തകർന്ന് താമസയോഗ്യമല്ലാതായി. മരം കടപുഴകി വീഴുന്ന ശബ്ദം കേട്ട് രാധയുടെ മരുമകൾ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഓടിയതിനാൽ വലിയ അപകടം ഒഴിവായി.
അപ്പോൾ ഞാനും കുട്ടിയും മരുമകളും വീടിൻ്റെ അകത്തായിരുന്നു. കാറ്റിനെ കണ്ടപ്പോൾ ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് ആണ് മരം വീണത്. ഇനി ഞങ്ങൾക്കിന്ന് താമസിക്കാനാണെങ്കിൽ വീട് വേറെ ഇല്ലായിരുന്നു. അപ്പോൾ അവരെ ചേച്ചിയോടും ഏട്ടനോടും പറഞ്ഞിട്ട് മുറുക്കാമെന്ന് പറഞ്ഞതാണ്. പിന്നെ മുറിച്ച് ചെന്ന് ഭയങ്കര കാറ്റ് വന്ന് മരം കടപുഴകി വീട് വരാൻ ആകെ നാശമായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പുറത്തുണ്ടായിരുന്നു, തുണിയോട് തോരയുടെ വേണ്ടി വന്നപ്പോൾ മരം അവിടെ നിന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ മരം ഇങ്ങോട്ട് ചാടിയത് കുട്ടി ആ റൂമിലുണ്ടായിരുന്നു. ഞാൻ ഓടി കുട്ടീനെ എടുത്തിട്ട് പുറത്തേക്ക് പോയി. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ഓടി ഇങ്ങോട്ട് വീഴുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. ഞങ്ങൾ അങ്ങോട്ട് റൂമിൽ തന്നെ ആയിരുന്നു കുട്ടി. ആ റൂമിൽ തന്നെയാണ് ആ മരം വീണക്കണത്. ഞാൻ വീണത് കണ്ടപ്പോൾ ഓടിയപ്പോൾ കുട്ടീനെ അടുത്ത് വേഗം ഓടി. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. വിവരമറിഞ്ഞതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ്, വില്ലേജ് ഓഫീസർ, ഗ്രാമസേവകൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. താമസയോഗ്യമല്ലാതായ വീട്ടിൽ നിന്ന് ഇവർക്ക് മാറി താമസിക്കുന്നതിനുള്ള നടപടികൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇപ്പോൾ അവരുടെ ബന്ധുവീട്ടിലേക്കോ മറ്റൊരിടത്തേക്കും മാറാൻ സാഹചര്യമുണ്ടെങ്കിൽ അവിടേക്ക് മാറ്റാനും, അതല്ല മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാൻ സൗകര്യമില്ലാത്ത പക്ഷം പഞ്ചായത്ത് അവർക്ക് പ്രത്യേകം ഷെൽട്ടർ ഒരുക്കി പഞ്ചായത്ത് തീരുമാനിക്കുന്ന സ്ഥലത്ത് അവർക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യമൊരുക്കും. അപ്പോൾ പഞ്ചായത്ത് അതിനാവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പോൾ പഞ്ചായത്തിലെ എയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും എല്ലാം അപേക്ഷകൾ കൊടുത്ത് അവരുടെ മേൽക്കൂര പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യമായ ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ദുരന്ത നിവാരണ ഇതിലേക്ക് കൊടുക്കും. പക്ഷെ അത് പാസ്സായി വരുന്നത് വരെയുള്ള സമയം അവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാവും. അപ്പോൾ മേൽക്കൂര പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അപകടകരമായ വിധത്തിൽ നിലനിൽക്കുന്ന മരങ്ങൾ സ്വമേധയാ മുറിച്ച് നീക്കം ചെയ്ത് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ജനങ്ങൾ സഹകരിക്കണമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. സ്വകാര്യ വ്യക്തികൾ കാലവർഷക്കെടുതി വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവരുടെ വളപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മറ്റൊരാളുടെ വീടിൻ്റെ മുകളിലേക്ക് വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും മുറിച്ചു നീക്കണമെന്ന് കാലേക്കൂട്ടി എല്ലാ പഞ്ചായത്ത് ഈ വ്യക്തികളെ എല്ലാം അറിയിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ആ സ്വകാര്യ വ്യക്തി ഉത്തരവാദിയാണ് എന്ന് ചട്ടങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻകാർ സമരത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി KSPU ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും നിവേദന സമർപ്പണവും നടക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് KSPU ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കിപ്പോൾ അറിയാം, നമ്മൾ ഈ കൺവെൻഷൻ നടക്കുന്നത് ജൂലൈ മാസത്തിലാണ്. ഇത് 2024 ജൂലൈയാണ്. 2024 ജൂലൈക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിക്കുമ്പോൾ എന്തെങ്കിലും പ്രാധാന്യം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? നമ്മുടെ പെൻഷൻ പരിഷ്കരണം നടക്കേണ്ടത് ഇപ്പോഴാണ്. 5 വർഷം പെൻഷൻ അല്ലെങ്കിൽ ശമ്പളം പരിഷ്കരിക്കുന്ന കീഴ്വഴക്കമാണ് കേരളത്തിലുള്ളത്. ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2019 14 2009 2004 ഇപ്പോൾ 2019 ജൂലൈയിലാണ് പെൻഷൻ പരിഷ്കരിച്ചത്. അപ്പോൾ ഇനി അടുത്ത പരിഷ്കരണം വരുന്നത് എപ്പോഴാണ്? 2024 ജൂലൈ 1 മുതൽക്കാണ്. അതിൻ്റെ നടപടികൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചുള്ളൂ. ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഈ കേരളത്തിലുള്ള ഈ രീതിയിൽ എങ്ങനെ 5 വർഷം കൂടുമ്പോഴൊക്കെ ഈ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുന്ന ഏർപ്പാട് ഇപ്പോൾ കേരളത്തിലേ ഉള്ളൂ, മറ്റ് പല സ്ഥലത്തും ഇല്ല. പ്രസിഡന്റ് എം കമലം അധ്യക്ഷയായിരുന്നു. KM ഗംഗാധരൻ, KM നന്ദകുമാർ, ഉണ്ണികൃഷ്ണൻ, M രാമചന്ദ്രൻ, MK രാധ, KM ഉണ്ണികൃഷ്ണൻ, C അപ്പുണ്ണി, KV ഹരിദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ മെമ്പർമാർക്കുള്ള സ്വീകരണവും നൽകി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ മേള, ഭിന്നശേഷി കലാമേള, കാർഷിക വ്യാവസായിക പ്രദർശന വിപണന മേള എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റ് 2024 സംഘാടക സമിതി രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായിരുന്നു. സെപ്റ്റംബർ 10 മുതൽ 13 വരെ 4 ദിവസങ്ങളിലായി കൂറ്റനാട് ബസ് സ്റ്റാൻഡിലാണ് മേള സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ള ഒരു ഡേറ്റ് 10 മുതൽ 13 വരെയുള്ള തീയതികളാണ് നമ്മൾ ഏകദേശം കാണുന്ന ഒരു ഡേറ്റ്. മന്ത്രിമാരുടെ കിട്ടുന്ന ഡേറ്റുകൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ഉണ്ടായേക്കാം. എങ്കിൽ കൂടിയും 10 മുതൽ 12 വരെ 10ഉം 11ഉം തീയതികളിൽ നമ്മൾ വനിതാ മേള നടത്തണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, AEO പ്രസാദ് മാഷ്, മുൻ പ്രസിഡന്റുമാരായ MP കൃഷ്ണൻ,
KPM പുഷ്പജ, TP മുഹമ്മദ് മാഷ്, ഹൈദ്രുമാഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, CDS ചെയർപേഴ്സൺമാർ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സംസാരിച്ചു. മന്ത്രി MP രാജേഷ്, അബ്ദുസമദ് സമദാനി MP എന്നിവർ രക്ഷാധികാരികളും, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ചെയർപേഴ്സണും, സെക്രട്ടറി KS മഞ്ജുഷ കൺവീനർ, PR കുഞ്ഞുണ്ണി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് ചെയർമാൻമാരും HC ധർമ്മഭാസ് ജോയിന്റ് കൺവീനറുമായി 150 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഭിന്നശേഷി, വനിതാ സൗഹൃദം, പ്രാദേശിക സാമ്പത്തിക വികസനം, സാംസ്കാരിക രംഗത്തെ ഇടപെടൽ ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. CCTV ന്യൂസ് തൃത്താല. കൂടല്ലൂർ കുമാൻതോട് പാലത്തിന് സമീപം റോഡ് സൈഡ് ഭിത്തി കെട്ടാൻ 1.25 കോടി രൂപയുടെ ഭരണാനുമതിയായതായി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2019 പ്രളയത്തിലാണ് കൂടല്ലൂർ കുമാൻതോട് പാലത്തിന് സമീപത്തെ റോഡിന്റെ പാർശ്വഭിത്തി തോടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. ഇതോടെ റോഡിലെ ടാർ ചെയ്ത ഭാഗവും വിണ്ടുകീറി. നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കയർ കെട്ടി അപകട മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും വളവായതിനാൽ പെട്ടെന്ന് യാത്രക്കാരുടെ കണ്ണിൽപ്പെടാത്തത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ അപകട സാധ്യത ഇരട്ടിയാണ്. തുക അനുവദിച്ച സാഹചര്യത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം സൈഡ് ഭിത്തി നിർമ്മാണം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സത്യസന്ധതയ്ക്ക് സമ്മാനമായി ശ്രീനന്ദയ്ക്കും അഭിഷേകിനും മന്ത്രി MP രാജേഷിന്റെ ഇടപെടലിൽ വീടൊരുങ്ങുന്നു. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് മന്ത്രി ഈ സന്തോഷ വാർത്ത പുറത്തുവിട്ടത്. വെള്ളിയാങ്കല്ലിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണം ഉടമസ്ഥനെ തിരികെ ഏൽപ്പിച്ച പരുതൂരിലെ കുരുന്നുകളായ അഭിഷേകിന്റെയും ശ്രീനന്ദയുടെയും സത്യസന്ധതയെക്കുറിച്ചും ജീവിതാവസ്ഥയെക്കുറിച്ചും കുട്ടികളെ വീട്ടിൽ പോയി സന്ദർശിച്ച ശേഷം മന്ത്രി MP രാജേഷ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരുന്നു. ഒട്ടേറെ പേരാണ് അദ്ദേഹത്തിന്റെ FB പോസ്റ്റിന് കീഴെ കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കണമെന്നെല്ലാമുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തിയത്. എന്നാൽ അവിടെ അഭിപ്രായമൊന്നും രേഖപ്പെടുത്താത്ത മന്ത്രിയുടെ 2 സുഹൃത്തുക്കൾ കുട്ടികളെ സഹായിക്കാനുള്ള സന്നദ്ധത അദ്ദേഹത്തെ അറിയിച്ചതോടെയാണ് കുരുന്നുകൾക്ക് വീടെന്ന സ്വപ്നത്തിലേക്ക് വഴിതെളിയുന്നത്. നിലവിൽ കുട്ടികൾ 2 പേരും താമസിച്ചു വരുന്ന വീട് കൂട്ടുസ്വത്തായതിനാൽ സ്വന്തമായി സ്ഥലം കണ്ടെത്തി പുതുതായി വീട് വെച്ചു കൊടുക്കുക മാത്രമാണ് പ്രായോഗികമാകുകയുള്ളൂ. ഇക്കാര്യം മന്ത്രി സുഹൃത്തുക്കളോട് പങ്കുവച്ചതോടെ പരുതൂരുകാരനും CPM പാർട്ടി അനുഭാവിയും മണിപ്പാലിലെ ഉടുപ്പി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ ഷിനോദ് 5 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി നൽകാനുള്ള സന്നദ്ധത അറിയിച്ചു. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത മന്ത്രിയുടെ മറ്റൊരു സുഹൃത്ത് കുട്ടികൾക്കും അമ്മയ്ക്കുമായി വീട് വെച്ചു കൊടുക്കുന്നതിനുള്ള ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. 2 സുഹൃത്തുക്കളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും മന്ത്രി MP രാജേഷ് തന്റെ FB പോസ്റ്റിലൂടെ പങ്കുവച്ചു. വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് സന്ദർശിക്കാനെത്തിയവരിൽ നിന്നും കളഞ്ഞുകിട്ടിയ 1.5 പവൻ സ്വർണ്ണാഭരണമാണ് ഇരുവരുടെയും സത്യസന്ധതയിലൂടെ ഉടമയ്ക്ക് തിരികെ ലഭിച്ചത്. ശ്രീനന്ദ പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും അനുജൻ അഭിഷേക് പഴയങ്ങാടി UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ഞങ്ങൾ 2 ബസ്സിന് വെള്ളങ്കിൽ പാർക്കിൽ പോയതായിരുന്നു. ഞങ്ങൾ കറങ്ങണേൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പാദസരം കിട്ടിയത്. അപ്പോൾ കിട്ടിയപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും നടന്ന് ചോദിച്ചു, ആരെങ്കിലും പാദസരം എന്തെങ്കിലും പോയിട്ടുണ്ടോ ചോദിച്ചു. അവിടെ ആരും കാണാനില്ല. ആരും പറഞ്ഞു ഒന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകാൻ നേരത്തെ അവിടെ കൗണ്ടറിൽ കൊടുത്തു. അവർ ഫോട്ടോ എടുത്തു. പോലീസുകാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഉടമസ്ഥരെ വിളിച്ചിട്ട് പറഞ്ഞു സന്തോഷമുണ്ട് പറഞ്ഞു. പിന്നെ പോലീസുകാർ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങൾക്ക് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളെ ചെന്നിട്ട്. CCTV ന്യൂസ് തൃത്താല. ആനകളുടെ ഫോട്ടോ കണ്ടാൽ മതി, പേര് വിവരങ്ങൾ ഉടനടി നൽകും. ആനപ്രേമികൾക്കിടയിൽ താരമായി 5 വയസ്സുകാരൻ ധ്രുവദർശ്. കൊമ്പും കുറിയും ചെവിയും കണ്ട് ഏതാനയാണെന്ന് തിരിച്ചറിഞ്ഞ് ആനപ്രേമികൾക്കിടയിൽ താരമാവുകയാണ് ചങ്ങരംകുളം കോക്കൂരിലെ LKG വിദ്യാർത്ഥിയായ ധ്രുവദക്ഷ്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ചങ്ങരംകുളം കോക്കൂർ വാളത്തുവളപ്പിൽ പ്രവീൺ ഹരിത ദമ്പതികളുടെ മകനാണ് ധ്രുവദക്ഷ്. വളയംകുളം മുഹമ്മദ് കുട്ടി മെമ്മോറിയൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. സ്കൂളിൽ നിന്നും ടീച്ചർ പകർത്തിയ ദൃശ്യമാണ് വൈറലായത്. വിനോദയാത്ര പോയതിൻ്റെ വിവരങ്ങൾ ക്ലാസ് ടീച്ചറുമായി പങ്കുവയ്ക്കുന്നതിനിടെ കൊടൈക്കനാൽ കാട്ടിലേക്കാണ് അരിക്കൊമ്പനെ അയച്ചതെന്നും തനിക്ക് ഏതാനകളെ കണ്ടാലും പേരു പറയാൻ കഴിയുമെന്നും ടീച്ചറോട് ധ്രുവദക്ഷ് പറഞ്ഞു. പരീക്ഷണത്തിനായി ഗുരുവായൂർ കേശവന്റെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും ഫോട്ടോ കണ്ടയുടൻ ഇത് ഗുരുവായൂർ കേശവനാണെന്നും ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ആനയാണെന്നും ഇത് ചെരിഞ്ഞുപോയെന്നും ടീച്ചറോട് മറുപടി പറഞ്ഞു. ഇതോ ഇത് ഇത് പിന്നീട് ടീച്ചർ മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്ന ഓരോ ആനകളുടെയും പേരുകൾ കൃത്യമായി ധ്രുവദക്ഷ് പറഞ്ഞതോടെ ക്ലാസ് ടീച്ചറും ഞെട്ടി. തുടർന്ന് ക്ലാസ് ടീച്ചർ സുബിത സലീം ഈ വീഡിയോ പകർത്തി സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു.
അവിടെ നിന്നും ഷെയർ ചെയ്ത വീഡിയോ സിനിമാ താരവും ആനപ്രേമിയുമായ ജയറാം തന്റെ മുഖപുസ്തകത്തിൽ ഷെയർ ചെയ്തതോടെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റെടുക്കുകയായിരുന്നു. ആനയുടെ പേരൊക്കെ ഇവിടുന്നാണ് പഠിച്ചത്. ചോറുണ്ണുമ്പോഴും ഇല്ലാത്തപ്പോഴും ഇങ്ങനെ ഫോണിൽ കാണും, അപ്പൊ അങ്ങനെ പടിഞ്ഞു തുടങ്ങി. എങ്ങനെ ഈ ആനകളൊക്കെ തിരിച്ചറിയാ? എന്ത് നോക്കിയിട്ടാ തിരിച്ചറിയാറ്? കൊമ്പും തുമ്പിക്കൈയും ഒക്കെ കണ്ടിട്ട്. CCTV ന്യൂസ് തൃത്താല. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചൂരക്കോട് പാലത്തിന് സമീപം കുന്നുകൂടി കിടക്കുന്ന ആക്രി മാലിന്യങ്ങൾ പകർച്ചവ്യാധിക്ക് ഇടവരുത്തുന്നു. മാസങ്ങളോളമായി മാലിന്യം നീക്കം ചെയ്യാതെ കിടക്കുകയാണ്. ഇതിന് നടപടി വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചൂരക്കോട് പാലത്തിന് സമീപത്താണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ആക്രി മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. 4 വർഷത്തോളമായി ഇവിടെ ആക്രി വ്യാപാരം നടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 9 മാസക്കാലമായി ആക്രി മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കിടക്കുകയാണ്. ഇവിടെ വ്യാപാരം നടത്തിവന്നവരെ കുറിച്ച് ഇപ്പോൾ സ്ഥലമുടമയ്ക്കും കൂടുതൽ വിവരങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുവാനും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആക്രി മാലിന്യങ്ങൾ 35 സെന്റോളം സ്ഥലത്താണ് പരന്നു കിടക്കുന്നത്. മഴ തുടങ്ങിയതോടെ ഇതിൽ വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ പെരുകുവാനും തുടങ്ങിയിട്ടുണ്ട്. സമീപവാസികൾക്ക് ഇത് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. പ്രദേശത്തെ മദ്രസയിലേക്ക് എത്തുന്ന കുട്ടികൾക്കും കൊതുക് ശല്യം വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചൂരക്കോട് ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അടുത്ത് തന്നെ ഒരു സ്ക്രാപ്പിന്റെ ഒരു പദ്ധതി നടന്നിരുന്നു. ഒരു 4-5 വർഷമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 8-9 മാസമായിട്ട് അവർ പൂട്ടി നാട് വിട്ടുപോയി എന്ന് പറഞ്ഞത്. പക്ഷേ ഈ സ്ക്രാപ്പ് മുഴുവൻ ഇവിടെ മദ്രസനോട് തൊട്ട് കിടക്കുകയാണ്. അതിൽ ഈ മഴക്കാലാകോട്ട് പ്രത്യേകിച്ച് കൊതുകിന്റെ ശല്യവും മറ്റും ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നത്. അവർക്കിത് വലിയൊരു ശല്യമാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പകർച്ചവ്യാധി അധികരിക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികളൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, അതിന് ശ്രദ്ധിച്ചിട്ട് അതിന് തക്കതായൊരു പരിഹാരം ഇതിന് കാണണം. പ്രത്യേകിച്ച് ഇതിൻ്റെ തൊട്ടുഭാഗത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ചുറ്റുഭാഗത്ത് അതുമാതിരി ചെറിയ കുട്ടികളുമുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ഞങ്ങൾക്ക് ഈ മദ്രസയിൽ ചെറിയ കുട്ടികൾ 10-62 കുട്ടികളോളം ഇവിടെ പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുന്നു. പ്രദേശത്ത് പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുവാനും ഇത് ഇടയാക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. സ്ഥലമുടമ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ഗ്രാമപഞ്ചായത്തിനും പട്ടാമ്പി പോലീസിലും പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ആക്രി മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള അനുമതി ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ മാറ്റാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥലമുടമ അറിയിച്ചിട്ടുണ്ട്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. രക്ഷാകർതൃത്വം മാറുന്ന കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിലായിരുന്നു ബോധവൽക്കരണം. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A. സാബിറ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊപ്പം പോലീസ് സ്റ്റേഷനിലെ ASI അജിത് കുമാർ, പൊന്നാനി ICDS കൗൺസിലർ P. ദീപ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സ്കൂൾ പ്രധാനാധ്യാപിക KT ജലജ, C. റോജ, KP അബ്ദുൽ നാസർ, നിസാർ ആലം, NP ഷാഹുൽ ഹമീദ്, CP മുഹമ്മദ് അഷറഫ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മക്കൾക്ക് മുൻപിലെത്തണമെങ്കിൽ നമ്മൾ എവിടെ ഇരിക്കണം? നമ്മളും മുമ്പിൽ തന്നെ ഇരിക്കണം. നമുക്ക് ആ സീറ്റ് ഒരു കാരണവശാലും അങ്ങോട്ട് മുമ്പിലേക്ക് ഒരു രക്ഷയില്ല. നിങ്ങളെ കൊണ്ടേ ഞാൻ പോകും അങ്ങോട്ട് മുമ്പിലേക്ക് അപ്പുറത്തി ഇവിടെ നിങ്ങൾ ഉപദ്രവിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് കാര്യം. എങ്കിൽ പോലും പല സീറ്റും ഇത്രയും ആളുകൾ ഇരുന്നിട്ടും വേക്കൻ്റ് ആണ്. ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ അച്ഛനും പഠിച്ചിരുന്ന കാലം മുതൽ ഉള്ളൊരു സംവിധാനത്തിലൊന്നും അല്ല. ആണോ? മുള്ളൂർക്കര ഗവൺമെന്റ് LP സ്കൂളിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് ഇലക്ഷൻ മാതൃകയിൽ നടത്തി. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം പാർലമെന്റ് വ്യവസ്ഥിതികൾ മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ് സ്കൂൾ അധികൃതർ ഒരുക്കിയത്. അപ്പോൾ കുട്ടികളിൽ ജനാധിപത്യ ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഒക്കെ നടത്തുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടെടുക്കുന്ന നിങ്ങളുടെ പ്രതിനിധി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സ്കൂളിൽ നടത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂൾ ലീഡറിനെ സെലക്ട് ചെയ്യണത്. ഞാൻ 3 ഫെയിൽ പഠിക്കുന്നു. എനിക്ക് വോട്ട് ചെയ്യാൻ വളരെ ആഗ്രഹമുണ്ട്. എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ഫസ്റ്റത്തെ വോട്ടാണ്.
എനിക്ക് വളരെ സന്തോഷമുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 4ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ 4 ഡിവിഷനിൽ നിന്നുള്ള 8 വിദ്യാർത്ഥികളാണ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചത്. വോട്ടിംഗ് ചെയ്യലും പോളിംഗുമെല്ലാം ഇലക്ഷൻ മാതൃകയിൽ തന്നെയായിരുന്നു. തുടർന്ന് നടന്ന പ്രഖ്യാപനത്തിൽ സ്കൂൾ ലീഡറായി എം അഹമ്മദ് കബീർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി TM സഫിയ മറിയം എന്നിവരെ തെരഞ്ഞെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.